What's up guys and welcome to the review forum. ഇന്നത്തെ വീഡിയോ സാംസങ് ഗാലക്സി S21 FEയുടെ റിവ്യൂ ആണ്. ഫോണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. S21 റിലീസിന് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഇത് റിലീസാവുന്നത്. ഡിസൈൻ വെച്ച് പറയുകയാണെങ്കിൽ S21ഉം A സീരീസിൻ്റെ ഒരു മിക്സ് കാണാം. പ്ലാസ്റ്റിക് ബാക്ക് വിത്ത് മാറ്റ് പാസ്റ്റൽ ഫിനിഷാണ് ഈ ഫോണിൻ്റെ ബോഡീനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ക്യാമറ ബമ്പ് നോക്കുമ്പം S21ൻ്റെ സെയിം റാപ്പ് അറൗണ്ട് ഫിനിഷോട് കൂടിയാണ് ഈ ക്യാമറ കാണാൻ കഴിയുന്നത്. ഫുൾ HD ആമോലെഡ് സ്ക്രീൻ കുറച്ച് ചെറുതാണെങ്കിലും ഇതിൻ്റെ കൂടെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഗെയിമിംഗ് മോഡിൽ ഇത് 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് തരുന്നുണ്ട്. HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്, അതായത് കണ്ടൻറ് വ്യൂയിങ് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആണ്. ബ്രൈറ്റ്നസ് സെറ്റിങ്സിൽ ചെറിയൊരു ഡിഫറൻസ് ഇപ്രാവശ്യം കാണാം. അതായത് ഒരു മാനുവൽ സ്ലൈഡറാണ് നമുക്ക് തരുന്നത്. അതേപോലെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഒരു 790 നിറ്റ്സ് ആണ് ഇതിൻ്റെ. സ്റ്റീരിയോ സ്പീക്കേഴ്സോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് ശബ്ദത്തിന് നല്ല ബാലൻസും നല്ല ലൗഡ്നെസ്സും ഉണ്ട്. ഒരു പോരായ്മ പറയാനുള്ളതെന്ന് വെച്ചാൽ ബേസിൽ ഇത്തിരി ലോ ആണ്. ഈ ഫോണിൻ്റെ UI എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്ത One UI 4 എന്നാണ്. ഈ UIയിൽ വരുന്ന ആദ്യത്തെ ഫോണാണിത്. UIയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സിസ്റ്റം വൈഡ് കളർ പാലറ്റാണ്. അതായത് ഈ ഒരു സംഭവം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐക്കൺ തൊട്ട് വാൾപേപ്പറിലെ കളേഴ്സ് നമുക്ക് മാച്ച് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. അത് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. അതേപോലെ ഹോം സ്ക്രീനിലെ വിഡ്ജറ്റ്സ് കസ്റ്റമൈസ് ചെയ്യാൻ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൈവസിയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാം. അതായത് സെറ്റിങ്സിൽ ഒരു പ്രത്യേകം പ്രൈവസി ഡാഷ്ബോർഡ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഗാലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ കുറേ പുതിയ ഓപ്ഷൻസ് കാണാം. അതിലൊന്നാണ് മാജിക് ഇറേസർ. അതേപോലെ മറ്റൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് റീഡർ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. 2 ചിപ്സെറ്റ് വേർഷനിലാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്നാപ്ഡ്രാഗൺ 888ഉം മറ്റു ചില രാജ്യങ്ങളിൽ എക്സിനോസ് 2100ഉമാണ്. നമ്മുടെ വെർഷൻ എക്സിനോസ് വെർഷനാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എക്സിനോസ് വെർഷൻസിലുള്ള പോലെ തന്നെ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഇതിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ഒരു ഹെവി യൂസറിനും ഹെവി ഗെയിമിങ്ങിലൂടെ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നതായിട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. അത് വെച്ച് നോക്കുമ്പം ഡിസ്പ്ലേയും അതേപോലെ 5G ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു പ്രോബ്ലം ആകുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ ഫോണിൻ്റെ ബോക്സിലും ചാർജർ ഉണ്ടാവില്ല, പക്ഷേ വയർലെസ് ചാർജിങ്ങും 25 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഇല്ല, പക്ഷേ ബേസ് സ്റ്റോറേജ് തുടങ്ങുന്നത് 128 GB ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 മെഗാപിക്സൽ മെയിൻ ക്യാം വിത്ത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാം വിത്ത് ഫിക്സ്ഡ് ഫോക്കസ് ആൻഡ് 8 MP ടെലിഫോട്ടോ ലെൻസ് വിത്ത് 3x സൂം ആൻഡ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് നമുക്ക് ഫീച്ചേഴ്സായി കിട്ടുന്നത്. മെയിൻ ക്യാമിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പം ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി. കാരണം വളരെ നല്ല ക്വാളിറ്റിയാണ്. അതേപോലെ ഹൈ കോൺട്രാസ്റ്റും ലോ നോയ്സും നാച്ചുറലായി കാണുന്ന ഫോട്ടോസാണ്. അൾട്രാ വൈഡ് ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ഇനിയും ബെറ്ററാണ്. ടെലിഫോട്ടോ ലെൻസ് 8 മെഗാപിക്സലേ ഉള്ളൂ എങ്കിലും 12 മെഗാപിക്സലിൻ്റെ ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഡിജിറ്റലി എൻഹാൻസ് ചെയ്തിട്ടാണ് ഫോട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഷാർപ്നെസ് കുറച്ച് കുറവും, പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല കോൺട്രാസ്റ്റും നല്ല കളർ റിസോൾവ് ഉള്ള ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. ടെലിഫോട്ടോ ലെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ S21ലുള്ള ലെൻസിനേക്കാളും വ്യത്യസ്തമായ ലെൻസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ FEയിലെ ലെൻസാണ് കുറച്ചുകൂടെ ബെറ്റർ ഇമേജസ് നമുക്ക് തരുന്നത്, അതും ഡേ ലൈറ്റിൽ.
ഇനി ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസാണ് ഏറ്റവും ബെസ്റ്റ്. ഓവറോൾ എക്സ്പോഷറും ലുക്ക് എന്ന് പറയുന്നത് നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നൈറ്റ് മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റർ ഫോട്ടോസ് വിത്ത് ഇംപ്രൂവ്ഡ് എക്സ്പോഷറാണ് നമുക്ക് കാണാൻ കഴിയുക. കൂടുതൽ ഡീറ്റെയിൽസ് ഷാഡോസും ഹൈലൈറ്റ്സിലൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതേപോലെ നോയ്സ് വളരെ കുറവാണ്. അൾട്രാ വൈഡ് ലെൻസിൽ ഫോട്ടോസ് നല്ലതാണ്, പക്ഷേ കുറച്ചുകൂടെ സോഫ്റ്റും കുറച്ചുകൂടെ നോയ്സുള്ള ഫോട്ടോസാണ്. നൈറ്റ് മോഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാം. മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിലും 8 മെഗാ പിക്സൽ ഫോട്ടോ ആണ് ബൈ ഡീഫോൾട്ട് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഫോട്ടോസ് ക്വൈറ്റ് നാച്ചുറൽ ലുക്കിംഗ് ആയിരിക്കും. പക്ഷേ ഫിക്സഡ് ഫോക്കസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഒരു കൈ അകലം ഡിസ്റ്റൻസിൽ നമുക്ക് വർക്ക് ചെയ്യാതെ വരും. അതായത് നമ്മുടെ ഫോട്ടോയുടെ ഷാർപ്നെസ് കുറച്ച് കുറയുന്നതായിട്ട് കാണാം. അപ്പം കൂടുതൽ അപ്ഡേറ്റ്സിൽ അത് ശരിയാകുമായിരിക്കും. മെയിൻ ക്യാമിൽ നിന്ന് വീഡിയോസ് എടുക്കുമ്പോൾ 4K റെസൊല്യൂഷൻ അറ്റ് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൻ്റെ ക്വാളിറ്റിയിലാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഈ വീഡിയോസ് നല്ല കളർഫുള്ളും നല്ല ഡൈനാമിക് റേഞ്ചും ലോ നോയ്സിലായിരിക്കും റെക്കോർഡ് ആവുക. പക്ഷേ ഷാർപ്നെസ്സിൽ കോംപ്രമൈസ് ആവുന്നുണ്ട്. അതുപോലെ അൾട്രാ വൈഡ് ലെൻസിൽ നിന്ന് 4K വീഡിയോസ് എടുക്കുകയാണെങ്കിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലായിരിക്കും റെക്കോർഡ് ആവുക. ആൻഡ് ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ടെലിഫോട്ടോ ലെൻസ് വെച്ച് നോക്കുമ്പം വളരെ നല്ല ഫോട്ടോസാണ്. നല്ല ഷാർപ്നെസ്സും നല്ല ഡൈനാമിക് റേഞ്ചും നല്ല കളർ കിട്ടുന്ന ഫോട്ടോസാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. S21 FE കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലായിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് പ്ലീസ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.